സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും നേതൃത്വത്തിൽ കൂത്തുപറമ്പ് MES കോളേജിൽ യുവാപ്ത മിത്ര ക്യാമ്പ് ഇന്ന് സമാപിക്കും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വഴിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത്. 18-നും 40-നും ഇടയിലുള്ളവർക്കാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ അർഹത. ഇതിൽ കുട്ടികൾക്ക് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഏജ് ക്രൈറ്റീരിയ വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് വരുന്നത്. അപ്പം ഇതിന് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ലീഡിങ് 4 യൂത്ത് ഓർഗനൈസേഷനുകളാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നും പറയുന്നത്. MES കോളേജിലെ വെഞ്ചർ ക്ലബ്ബ് വഴിയാണ് കോളേജിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. അക്കാദമിക് നേട്ടങ്ങൾക്കപ്പുറം നമ്മുടെ യുവജനത ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പ്രാപ്തരാകണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിനപ്പുറം മറ്റുള്ളവരുടെ ജീവനും കൂടെ രക്ഷിക്കാൻ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രതിബദ്ധത അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും അത്യാഹിതങ്ങളിൽ പെടുന്നവരെയും രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്യാമ്പ് നടത്തിയത്. ഈ ക്യാമ്പിനെ കൊണ്ട് എനിക്കുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മൾ കിച്ചണാണ്. ആ കിച്ചണിൽ ഒരു സിലിണ്ടർ എന്തെങ്കിലും പറ്റിപ്പോയാൽ പതച്ച് നിൽക്കാൻ പറ്റുക എന്നല്ലാതെ നമുക്കത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഒരു തീ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഓടുക ചെയ്യുക, പക്ഷെ അതെങ്ങനെ അണയ്ക്കാൻ പറ്റും, ഇങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളധികം സ്കിപ്പ് ചെയ്യാൻ, മീൻസ് പേടിച്ചിട്ട് ഓടുക ചെയ്യുക. പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ക്യാമ്പിലൂടെ ഫാക്കൽറ്റി എന്ന രീതിയിൽ, ഞാനൊരു വീട്ടമ്മ എന്ന രീതിയിലും എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റി. വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ വ്യത്യസ്ത ഇനങ്ങളിൽ പരിശീലനം നൽകി. കുട്ടികളിൽ സുരക്ഷാബോധം സൃഷ്ടിക്കുന്നതിനും ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത്. ദൂരദർശൻ ന്യൂസ്, കണ്ണൂർ.